10 വർഷക്കാലത്ത് നിരന്തരമായി ഇത്തരം ആക്ഷേപം നേരിട്ടാൽ നമ്മൾ ആരെങ്കിലും പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് ബാക്കിയുണ്ടാവും, നിൽക്കാൻ കഴിയും. പക്ഷേ അവിടെയും ഞാനൊന്ന് തളർന്നു പോയാൽ തളർന്നു പോകുന്നത് ഈ രാജ്യമായിരിക്കും എന്ന ചിന്തയോടുകൂടി ശ്രീ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സധൈര്യം മുന്നോട്ട് പോയി. ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരിയായ പാതയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ശരിയായ പാതയിലാണെന്ന് ഞാൻ ഇന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു. ഈ രാജ്യത്തെ ഏകാധിപത്യ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കാൻ, ഈ രാജ്യത്തെ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റ് ആവുമെന്ന് തടയാൻ, ഈ രാജ്യത്തെ ഒരു മതരാജ്യമാവുമെന്ന് തടയാൻ, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭയവിഹരല്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം അത് അനധിദൂരമല്ല എന്ന് ഞാൻ നിങ്ങളോട് ഉറച്ചു പറയാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ആരെങ്കിലും രാവിലെ എണീക്കുന്ന സമയത്ത് മറ്റൊരു മതവിഭാഗക്കാരനെ ആക്ഷേപിക്കണമെന്നോ കുറ്റം പറയണമെന്നോ അതല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഇടപെടണമെന്നോ ആഗ്രഹിച്ചാണോ ജീവിക്കുന്നതല്ല. പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം എത്ര മനോഹരമാണ്. നമ്മുടെ അന്തരിച്ച P.T. തോമസ്, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുണ്ടായിരുന്നത് ചന്ദ്രകളഭം, അല്ലെ? ആ പാട്ടിൽ പറയുന്ന പോലെ ഈ മനോഹര തീരത്ത് വരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് നമ്മളൊക്കെ പറയുന്ന ആ മനോഹരമായ പാട്ട്, ആ പാട്ടിന്റെ പശ്ചാത്തലമായിട്ടുള്ള കേരളം എന്ന് പറയുന്ന ഈ പ്രതിമനോഹരമായ ഭൂമി, ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ പരസ്പരം ഇടകലർന്ന് ജീവിക്കുന്ന ഈ മനോഹരമായ ഭൂമി എന്തിനാണ് ഇവിടെ കാലുഷ്യം വെറുതെ ഇറക്കുന്നത്? എന്തിനാണ് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നത്? ഞാൻ ഇത്രയും പാർട്ടികൾ ചോദിച്ചിട്ടുണ്ട്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം ഉപരോധം നടത്തി നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് എന്റെ മേൽ പാർട്ടിയുടെ ആദ്യത്തെ നടപടി ഉണ്ടാകുന്നത്. ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ഈ സംസ്ഥാനത്ത് പരസ്പരം ഉപരോധം നടത്തി ജീവിക്കാൻ പറ്റില്ല എന്നത് യാഥാർത്ഥ്യം. ഇവിടെ ഹിന്ദു ഒരു ഹോട്ടൽ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നതിൽ മുസ്ലിം ഉണ്ടാവില്ലേ? അവിടെ പച്ചക്കറി കൊടുക്കുന്നത് ക്രിസ്ത്യാനി ആയിക്കൂടെ? അവിടെ മതമില്ലാത്ത ഒരുത്തനായിക്കൂടെ ഓട്ടോറിക്ഷയിൽ കസ്റ്റമറെ കൊണ്ടുവരുന്നത്? മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെടുന്ന ഒരാളായിക്കൂടെ അവിടെ പാല് കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് പരസ്പരം ഉപരോധം നടത്തി ഞാനൊരു ഹോട്ടൽ തുടങ്ങിയാൽ എന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം കയറിയാൽ മതി എന്ന് ആരെങ്കിലും ചിന്തിക്കും? അവിടെയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ എത്ര നികൃഷ്ടമായിട്ടുള്ള പ്രചരണം നടത്തിയത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ മുഴുവൻ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ജനിച്ചിട്ട് അവിടെ പഠിച്ചിട്ട് അവിടെ എന്റെ കൂട്ടുകാർക്കൊപ്പം അവരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ജനിച്ചു വളർന്ന ഞാൻ എങ്ങനെയാണ് പ്രതിഷേധിക്കാതിരിക്കുക? ഞാൻ എങ്ങനെയാണ് ഇത് ശരിയല്ല എന്ന് പറയാതിരിക്കുക? അത് പറയാതിരിക്കണമെങ്കിൽ ഞാൻ മനുഷ്യനല്ലാതായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ സുരേന്ദ്രനായിരിക്കണം. എനിക്കതിന് കഴിയില്ല. അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ലക്ഷദ്വീപ് വിഷയത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ്, അവിടെ മുഴുവൻ മയക്കുമരുന്ന് കച്ചവടമാണ് എന്ന് സുരേന്ദ്രൻ പറഞ്ഞപ്പോ ലക്ഷദ്വീപിലെ ജനങ്ങളും ഇന്ത്യക്കാരാണ്, അവരെ ധരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കരുത്, അവരെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടിക്കെതിരെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റത്തെ നികൃഷ്ടമായ ആക്രമണം നടന്നപ്പോ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടുകളുടെ പേരിലാണ് നിങ്ങൾ എന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ ഞാൻ പഠിക്കലേക്ക് പോവുകയാണെന്ന് പോസ്റ്റ് പൈസ കമന്റ് വന്നിരിക്കുകയാണ്. പൊന്നാനിക്കാണോ പോകുന്നത്? എന്താ സംശയം? ഞാൻ വേണ്ടി വന്ന പൊന്നാനിയിൽ പോയി പ്രസംഗിക്കും.